നമസ്കാരം. വാരാന്ത്യത്തിലേക്ക് സ്വാഗതം. ഹുദ്ഹുദ് ചുഴലിക്കാറ്റിൻ്റെ ഹുങ്കാരം കേട്ടുകൊണ്ടാണ് വാരം പുലർന്നത്. അതിഭയങ്കരമായ ചുഴലിക്കൊടുങ്കാറ്റ് സീമാന്ധ്രയെയും ഒഡീഷയെയും നിലം പരിശാക്കാൻ പോകുന്നതായി സാറ്റലൈറ്റുകൾ കണ്ടെത്തി. TV ചാനലുകളും പത്രങ്ങളും അത് ഏറ്റുപിടിച്ചു. കരീന, കത്രീന, നർഗീസ്, മധുബാല, മീനാകുമാരി, ജയഭാരതി എന്നിങ്ങനെ സിനിമാ നടികളുടെ പേരാണ് സാധാരണ ചുഴലിക്കാറ്റുകൾക്ക് കൊടുക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ഒമാനിലോ മറ്റോ ഉള്ള ഒരു പക്ഷിയുടെ പേരാണ് ചുഴലിക്കൊടുങ്കാറ്റിന് കിട്ടിയത്. നിലോഫർ എന്നൊരു പാകിസ്ഥാൻകാരിയാണ് ഇനി വരാൻ പോകുന്നത്. പറഞ്ഞ പോലെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ആന്ധ്രയുടെ തീരങ്ങൾ തവിടുപൊടിയായി. വിശാഖപട്ടണം നിലം പരിശായി. 70,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ആന്ധ്ര മുഖ്യൻ വിലപിച്ചു. പക്ഷേ സ്വത്ത് നാശത്തിന് ഒത്തവിധം ആൾനാശമുണ്ടായില്ല. ആന്ധ്രയിൽ 21 പേരും ഒഡീഷയിൽ 3 പേരുമാണ് മരിച്ചത്. അതിലധികം ആളുകൾ UP-യിലും നേപ്പാളിലും മരിച്ചു. കൊടുങ്കാറ്റിൻ്റെ ശക്തിയും ആന്ധ്രയുടെ ചരിത്രവും വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞത് ഒരു 15,000 പേരെങ്കിലും പരലോകപ്രാപ്തരാകേണ്ടതായിരുന്നു. പക്ഷേ കാലാവസ്ഥാ പ്രവചനത്തെ തുടർന്ന് സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചു. ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ചന്ദ്രബാബു നായിഡുവും നവീൻ പട്നായിക്കും ഉദ്യോഗസ്ഥ സഖാക്കളെ മുന്നിൽ നിന്ന് നയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു സംസ്ഥാനങ്ങൾക്കും ശക്തമായ പിന്തുണ നൽകി. അതുകൊണ്ടാണ് ആളപായം നന്നേ കുറഞ്ഞു പോയത്. ഉപഗ്രഹ സംവിധാനത്തെയും സർക്കാരിൻ്റെ മുൻകരുതലിനെയും ശ്ലാഘിച്ചുകൊണ്ട് നമ്മുടെ സിൻഡിക്കേറ്റ് പത്രങ്ങൾ എഡിറ്റോറിയൽ അടിച്ചുവിട്ടു. ചുഴലിക്കൊടുങ്കാറ്റ് എന്ന പോലെ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഭൂകമ്പവും പ്രവചിക്കാൻ സംവിധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവസാനിച്ച ശേഷം നരേന്ദ്രമോദി ആന്ധ്രയിൽ പറന്നെത്തി 1000 കോടിയുടെ സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ആ അധ്യായം അവസാനിച്ച പാട്ടാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമായത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ആന്ധ്രയ്ക്ക് വേണ്ടി ഫണ്ട് പിരിക്കില്ല എന്നാണ് പ്രതീക്ഷ. ഹുദ്ഹുദ് കൊടുങ്കാറ്റിൻ്റെ ഹുങ്കാരം അടങ്ങിയതോടെ മാധ്യമ ശ്രദ്ധ പൂർണ്ണമായും തെരഞ്ഞെടുപ്പിലേക്ക് തിരിഞ്ഞു. മഹാരാഷ്ട്രയിൽ BJPക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടെന്ന് ഒക്ടോബർ 14 ഹിന്ദു പത്രം സമ്മതിച്ചു. 1-ാം പേജിലും 11-ാം പേജിലും വാർത്ത കൊടുത്തതിന് കൂടാതെ BJP എങ്ങനെ മുന്നിലെത്തി എന്ന് വിശദീകരിക്കുന്ന ഒരു ലേഖനം എഡിറ്റ് പേജിലും പ്രസിദ്ധീകരിച്ചു. മഹാരാഷ്ട്രയിലെ യഥാർത്ഥ മത്സരം BJPയും ശിവസേനയും തമ്മിലാണെന്ന് ജമായത്തെ ഇസ്ലാമിക്കാരുടെ വഴിത്തിരിവ് പത്രം 15-ാം തീയതി സമ്മതിച്ചു. സംസ്ഥാനത്തെ ചില മുസ്ലിം സംഘടനകൾ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായും അതേ തുടർന്ന് സമുദായ അംഗങ്ങൾ ആശയക്കുഴപ്പത്തിലായെന്നും കൂടി ഒപ്പം വാർത്ത പ്രസിദ്ധീകരിച്ചു. മഹാരാഷ്ട്രയിലെ മൗദൂദി വിശ്വാസികൾക്ക് പക്ഷേ ആശയക്കുഴപ്പം ഒന്നുമില്ല. അവരൊക്കെ വെൽഫെയർ പാർട്ടിക്ക് തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒക്ടോബർ 15-ാം തീയതി മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വോട്ടെടുപ്പ് നടന്നു. രണ്ടിടത്തും കനത്ത പോളിംഗ് തന്നെ ഉണ്ടായി. മഹാരാഷ്ട്രയിൽ 64%, ഹരിയാനയിൽ 76%. പോളിംഗിൻ്റെ ശതമാനം കൂടിയതിൻ്റെ ഗുണം ആർക്കാണെന്ന് അറിയണമെങ്കിൽ ഞായറാഴ്ച ഉച്ചവരെ കാത്തിരിക്കണം. എങ്കിലും ഇക്കാര്യത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ തുടരുന്നു. അത്ഭുതകരമായ കാര്യം ഇതൊന്നുമല്ല. സിനിമാ താരങ്ങളായ സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ എന്നിവരും രാജ്യസഭാംഗം സച്ചിൻ ടെണ്ടുൽക്കറും വോട്ട് ചെയ്യാൻ സമയം കണ്ടെത്തി. വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. രണ്ടിടത്തും BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്നാണ് സകല ഏജൻസികളും ഏകസ്വരത്തിൽ പ്രവചിച്ചിട്ടുള്ളത്. പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാനും സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിൽ ശിവസേനയും ഹരിയാനയിൽ ഓംപ്രകാശ് ചൗട്ടാലയുടെ ഇന്ത്യൻ നാഷണൽ ലോക്ദളും 2-ാം സ്ഥാനത്തെത്തും. സോണിയ കോൺഗ്രസിൻ്റെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ സത്യമായി ഭവിക്കുന്ന പക്ഷം മഹാരാഷ്ട്രയിൽ നിന്നും ഹരിയാനയിൽ നിന്നും വരുന്ന 5 കൊല്ലത്തേക്ക് രാജ്യസഭയിലേക്കും ഒറ്റ അഹിംസക്കാരനും പോകാൻ കഴിയില്ല. സോണിയാജിയുടെയും രാഹുൽജിയുടെയും ആന്റണിജിയുടെയും അനുഭവ നേതൃത്വത്തിന് നമോവാകും. റോബർട്ട് വധേരയുടെ വസ്തു ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സെബി DLFന് നേരെ വാളെടുത്തു. 6 പ്രമാണികൾക്ക് ഓഹരി വിപണിയിൽ നിന്ന് 3 കൊല്ലത്തേക്ക് വിലക്ക് കൽപ്പിച്ചു. ചെയർമാൻ KP സിംഗ്, മകൻ രാജീവ് സിംഗ്, മകൾ പിയ സിംഗ് എന്നിവർക്ക് വിലക്കുണ്ട്. എന്നാൽ മദാമയുടെ മരുമകനെ സെബി തൊട്ടിട്ടില്ല. സെബിയുടെ വിലക്കിനെ തുടർന്ന് DLFൻ്റെ ഓഹരികൾക്ക് വില കുത്തനെ ഇടിഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെയും ഓഹരികൾ രാഷ്ട്രീയ കമ്പോളത്തിൽ പണ്ടേ ഡള്ളാണ്. സോണിയാഗാന്ധിയേക്കാൾ കുടുംബസ്നേഹമുള്ള ആളാണ് മുകേഷ് അംബാനി. അദ്ദേഹം മകൾ ഇഷയെയും മകൻ ആകാശിനെയും ഒരുമിച്ച് ബിസിനസ്സിലിറക്കി. 2 പേർക്കും കച്ചവടത്തിൽ തുല്യ ഓഹരിയും നൽകി. ആകാശമാണ് അംബാനിയുടെ അതിരുകൾ. ആകാശിൻ്റെയും ഇഷയുടെയും കാലത്ത് അംബാനിമാർ ബിൽ ഗേറ്റ്സിനേക്കാൾ വലിയ മുതലാളിമാരാകും, സംശയം വേണ്ട.
പ്രധാനമന്ത്രിയുടെ സച്ച ഭാരത് പരിപാടിയെ പ്രശംസിച്ച പാതകത്തിന് തിരുവനന്തപുരം MP ശശി തരൂരിനെ അഹിംസ പാർട്ടി വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. വരുന്ന 5 കൊല്ലത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നടപടിയെയും ഒരു കോൺഗ്രസ്സുകാരനും ഒരു കാരണവശാലും അനുകൂലിക്കാൻ പാടില്ല. അഥവാ അനുകൂലിച്ചാൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. TH മുസ്തഫയുടെ ഗതി ഉണ്ടാകും. തരൂരിനെ നീക്കം ചെയ്തതിൽ സുധീരൻ ജിയും സതീശൻ ജിയും ഷാനവാസ് ജിയും ചെന്നിത്തൽ ജിയും പന്തൽ ജിയും ഉണ്ണിത്താൻ ജിയും ഒക്കെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. തരൂരിനെ മാഡം തൂത്തുമാറ്റുന്നതായി ഹിന്ദുവിൻ്റെ എഡിറ്റ് പേജിൽ സുരേന്ദ്ര റെഡ്ഡി കാർട്ടൂൺ പാസാക്കി. ഡോക്ടർ ശശി തരൂർ ഇനി BJP വക്താവായി മാറും എന്നാണ് കോൺഗ്രസ്സുകാർ അടക്കം പറയുന്നത്. നേരല്ലെങ്കിൽ നുണയാവാനേ തരമു. പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് നെഹ്റു ഗാന്ധി കുടുംബക്കാരെ നിന്ദിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ജോക്കർ എന്ന് വിളിച്ച TH മുസ്തഫയുടെ തറവാട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. 30,000-ൽ പരം രൂപ പിഴയടയ്ക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. കാർഷിക ആവശ്യത്തിനുള്ള കറണ്ട് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നാണ് ആരോപണം. വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ, താൻ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്നാണ് മുസ്തഫ ആര്യാടനോട് ചോദിക്കുന്നത്. ശശി തരൂരിനെയും നരേന്ദ്രമോദിയെയും വെല്ലുവിളിച്ച് KPCCയുടെ ഗാന്ധി ഹരിത സമൃദ്ധി പദ്ധതി ആരംഭിച്ചു. ഗൗരീശപട്ടത്തെ വീട്ടുവളപ്പിൽ വെണ്ടയും വഴുതനയും ചേമ്പും ചെറുകിഴങ്ങും നട്ടുകൊണ്ട് VM സുധീരൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസ് വളപ്പിൽ ഏത്തവാഴ കൃഷി കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അധ്വാനിക്കുന്ന കോൺഗ്രസ്സുകാരനാണ് രാജ്യത്തെ ഏറ്റവും നല്ല പൗരൻ എന്ന് തോമസ് ജെഫേഴ്സൺ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ശശി തരൂർ മാത്രമല്ല രമേശ് ചെന്നിത്തലയും സംഘപരിവാർ ചിന്താഗതിക്കാരനാണെന്ന് മാർക്സിസ്റ്റുകാർ ആരോപിക്കുന്നു. കതിരൂർ മനോജ് കൊലക്കേസിൽ UAPA ചുമത്തി CBIക്ക് വിടാൻ തീരുമാനിച്ചതിന് പിന്നാലെ തിരുവനന്തപുരം MG കോളേജിൽ ABVP പ്രവർത്തകർ പോലീസ് ഇൻസ്പെക്ടറെ ആക്രമിച്ച് മാരകമായി മുറിവേൽപ്പിച്ച കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചതും അവർ ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാട്ടി. പോലീസ് വകുപ്പിനെ വിമർശിച്ചുകൊണ്ട് ദേശാഭിമാനി മാത്രമല്ല മാധ്യമവും എഡിറ്റോറിയൽ പാസാക്കി. ആഭ്യന്തരമന്ത്രിയെ RSSന്റെ നിഴലാക്കിക്കൊണ്ട് പാർട്ടി പത്രത്തിൽ സഖാവ് യേശുദാസൻ കാർട്ടൂണും പാസാക്കി. തിരുവഞ്ചൂർ ജി ആഭ്യന്തര വകുപ്പ് കൈയാളിയ സമയത്താണ് പ്രോസിക്യൂഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് രമേശ് ചൂണ്ടിക്കാട്ടി. എന്നാൽ താനല്ല കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് തിരുവഞ്ചൂരും തിരിച്ചടിച്ചു. അങ്ങനെ സത്യം പുറത്തു വന്നു. കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചത് മറിയാമ്മ കാന്തനും മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയാണ്. ഉത്തരവിട്ടത് ആരാണെങ്കിലും കേസ് പിൻവലിച്ചതിൽ സന്തോഷം എന്നാണ് സംഘപരിവാരത്തിൻ്റെ നിലപാട്. കതിരൂർ കൊലക്കേസിൽ സഖാവ് P ജയരാജനെ കൊടുക്കാൻ ചെന്നിത്തല പോലീസ് ശ്രമിക്കുന്നതായി EP ജയരാജൻ ആരോപിച്ചു. ഇനി അഥവാ P ജയരാജൻ അകത്തു പോയാലും നമുക്ക് പേടിക്കാനില്ല. EP ജയരാജനും MV ജയരാജനും പുറത്തു തന്നെ ഉണ്ടാവും. UDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഇടതു യുവ നേതാക്കൾ സെക്രട്ടേറിയറ്റ് നടയിൽ ഉണ്ണാവ്രതം ആരംഭിച്ചു. സ്വരാജ് നായരും K രാജനുമാണ് നേതൃത്വം നൽകുന്നത്. വിലക്കയറ്റം തടയണം, നിയമന നിരോധനം നീക്കണം, കൂട്ടിയ നികുതി കുറയ്ക്കണം എന്നിങ്ങനെ വളരെ ലഘുവായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉണ്ണാവ്രതം. എല്ലാം വളരെ ഈസിയായി നടക്കുന്ന കാര്യങ്ങൾ. യുവ നേതാക്കൾ അനന്തപുരിയിൽ ഉണ്ണാവ്രതം കിടക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ ദില്ലിയിൽ തലപുകഞ്ഞാലോചിച്ചു. പുതിയ നയരേഖ തയ്യാറാക്കി. ജലന്ധർ കോൺഗ്രസിൻ്റെ തീരുമാനപ്രകാരം ബൂർഷ്വ പാർട്ടികളുമായി ചങ്ങാത്തം കൂടിയത് ശരിയായില്ലെന്ന് പാർട്ടി അല്പം വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോലെയുള്ള വിപ്ലവ പാർട്ടികളുമായി മാത്രമേ ഇനി സഖ്യം ചേരുകയുള്ളൂ. ജയിലിൽ നിന്ന് പുറത്തു വരുന്ന സഖാവ് ജയലളിതയുടെ കാര്യവും പരിഗണിക്കും. രണ്ടാം മുണ്ടശ്ശേരിയുടെ ചരിത്ര പരാജയത്തെക്കുറിച്ച് അന്വേഷിച്ച പാർട്ടി കമ്മീഷൻ്റെ റിപ്പോർട്ട് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. പാർട്ടിയിലെ വിഭാഗീയതയും ചില നേതാക്കളുടെ പാലം വലിയുമാണ് പ്രാക്കുളം ചെഗുവേരയുടെ പതനത്തിടയാക്കിയത്. അല്ലാതെ ചിലരൊക്കെ പ്രചരിപ്പിക്കും പോലെ പിണറായി സഖാവിൻ്റെ പരനാറി പ്രയോഗമല്ല. വൈകിയ വേളയിലെങ്കിലും സത്യം പുറത്തു വന്നതിൽ സന്തോഷം. തെക്കും ഭാഗം മോഹൻ എഴുതിയ അച്യുതമേനോൻ്റെ ജീവചരിത്രമാണ് CPIയിലെ പുതിയ വിവാദ വിഷയം. സഖാവ് പന്ന്യൻ രവീന്ദ്രൻ വായിച്ച് അംഗീകരിക്കുകയും അച്യുതമേനോൻ്റെ മകൻ ഡോക്ടർ രാമൻകുട്ടി അവതാരിക എഴുതുകയും ചെയ്ത പുസ്തകം അച്ചടി പൂർത്തിയായി പ്രകാശനത്തിന് ക്ഷണക്കത്തും അച്ചടിപ്പിച്ച ശേഷം പ്രഭാത് ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. CPM സഖാക്കൾക്ക് മനപ്രയാസം ഉണ്ടായാലോ എന്നാണ് പുറമേക്ക് പറഞ്ഞ കാരണം. അച്യുതമേനോനേക്കാൾ വലിയ നേതാവാണ് ദിവാകരൻ എന്നതാണ് യഥാർത്ഥ കാരണം. ഏതായാലും മാധ്യമ സിൻഡിക്കേറ്റുകാർ അച്യുതമേനോൻ്റെ ജീവചരിത്രം വലിയ സംഭവമാക്കി അവതരിപ്പിച്ചു. പാർട്ടിയിലെ ഗ്രൂപ്പിസമാണ് വിവാദത്തിന് പിന്നിലെന്ന് ചില കുബുദ്ധികൾ പ്രചരിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന് കേൾവി കേട്ട മനോരമ പത്രം ഡോക്ടർ രാമൻകുട്ടിയുടെ പ്രതികരണം എഡിറ്റ് പേജിൽ അച്ചടിച്ചു. പുസ്തകം പ്രഭാത് തന്നെ പ്രസിദ്ധീകരിക്കണമെന്നാണ് ഡോക്ടറുടെ ആഗ്രഹം. പക്ഷേ ഈ പാർട്ടിയെക്കുറിച്ച് രാമൻകുട്ടിക്ക് ഒരു ചുക്ക് പറയില്ല. അച്യുതമേനോൻ്റെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കാൻ പ്രഭാത് തീരുമാനിച്ചതേയില്ലെന്നും
തെക്കും ഭാഗത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കാനാവില്ലെന്നും ജനറൽ മാനേജറുടെ പത്രക്കുറിപ്പ് ജനയുഗം പ്രസിദ്ധീകരിച്ചു. CPIക്കും C. ദിവാകരനും ഏതാ അച്യുതമേനോൻ, എന്താ അച്യുതമേനോൻ? കോഴിക്കോട്ടെ കോളലക്കം സൃഷ്ടിച്ച സുന്ദരി അമ്മ കൊലക്കേസ് വിധി പറഞ്ഞു. പ്രതിയെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല, കള്ളക്കേസ് കെട്ടിച്ചമച്ച പോലീസ് ഏമാന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്നും കൽപ്പിച്ചു. പത്രമാധ്യമങ്ങൾ അത് മത്തങ്ങയാക്കി. ഭരണകൂട ഭീകരതയ്ക്കെതിരെ മാധ്യമം തേജസ് പോലെയുള്ള പത്രങ്ങൾ എഡിറ്റോറിയൽ വരെ പാസാക്കി. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ പോലീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ മുതലായ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നത് നന്നായിരിക്കും. രമേശ് ചെന്നിത്തല പോലീസ് സർവകലാശാല രൂപീകരിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ തിരുവഞ്ചൂർ ജി കായിക സർവകലാശാലയെക്കുറിച്ച് ആലോചന തുടങ്ങി. അദ്ദേഹം ആദ്യപടിയെന്നോണം ഒരു ലേഖനം തയ്യാറാക്കി സകല പത്രം ഓഫീസിലേക്കും കൊടുത്തയച്ചു. ചിലരൊക്കെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. നിർദ്ദിഷ്ട കായിക സർവകലാശാലയിലും പതിവ് പോലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായിരിക്കും VC, പ്രോ VC, രജിസ്ട്രാർ, കൺട്രോളർ മുതലായ നിയമനങ്ങൾ നടത്തുക. സംശയം വേണ്ട. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലേക്കും വ്യാപിച്ചു. I ഗ്രൂപ്പുകാരനായ ഹൈബി ഈഡൻ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് ഡോക്ടർ രാമേന്ദ്രൻ്റെ പേര് നിർദ്ദേശിച്ചു. A ഗ്രൂപ്പിൻ്റെ താൽപ്പര്യപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ ലതയുടെ പേരും നിർദ്ദേശിച്ചു. ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി ബെന്നി ബെഹനാൻ്റെ ബന്ധു ഡോക്ടർ പൗലോസ് ജേക്കബിനെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ശുപാർശ അനുസരിച്ചാണോ അതോ ഗവർണർജി തന്നിഷ്ടപ്രകാരമാണോ VCയെ നിയമിക്കുക എന്നറിയില്ല. ഞമ്മൻ്റെ ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് സർക്കാർ പള്ളിക്കൂടങ്ങളുടെ നിലവാരം മെച്ചപ്പെട്ടതായി വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് അവകാശപ്പെട്ടു. റബ്ബിൻ്റെ പ്രവർത്തന ഫലമായി സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയും സ്വാശ്രയ മേഖലയും ഒരുപോലെ പുരോഗമിച്ചു എന്ന് മാത്രമല്ല, ലോകോത്തര നിലവാരത്തിൽ എത്തുകയും ചെയ്തു. എന്നാൽ അത് അംഗീകരിക്കാൻ കത്തോലിക്ക തിരുസഭയും അവരുടെ ദീപിക പത്രവും തയ്യാറില്ല. വിദ്യാഭ്യാസ അവകാശം കവർന്നെടുക്കുന്നതിനെതിരെ കത്തോലിക്ക മെത്രാന്മാർ വാതോരാതെ പ്രസംഗിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസം കുളമാക്കുന്നതിനെതിരെ ദീപിക എഡിറ്റോറിയലും എഴുതിയിട്ടുണ്ട്. ഈ വൈദികർ എഴുതുന്നതും പറയുന്നതും എന്തെന്ന് അവരറിയുന്നില്ല. റബ്ബേ, അവരോട് പൊറുക്കണമേ. തിരുവനന്തപുരത്ത് കുട്ടിയെ പട്ടിക്കൂട്ടിലടച്ച് പ്രസിദ്ധി പിടിച്ചുപറ്റിയ ജവഹർ സ്കൂൾ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ടീച്ചർമാർ കുട്ടികൾക്ക് ലഡു കൊടുത്ത് പുനഃപ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സ്കൂളിനൊപ്പം പട്ടിക്കൂടും തുറന്നിട്ടുണ്ട്. നമ്മുടെ ചാലക്കുടി MP പണ്ടൊരു സിനിമയിൽ പാടിയ പോലെ, കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡീം ഡീം. മുക്കം മുസ്ലിം ഓർഫനേജിലേക്ക് 156 കുട്ടികളെ ജാർഖണ്ഡിൽ നിന്ന് ആട്ടിത്തെളിച്ചു കൊണ്ടുവന്ന സംഭവത്തെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കണമെന്ന് സുപ്രീം കോടതി കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുസ്ലിം വിരുദ്ധ പത്രങ്ങൾ അത് വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. അതേസമയം അനാഥാലയ നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ ബാലാവകാശ നിയമത്തിന് കീഴിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കേരള സർക്കാരിൻ്റെ നിലപാടിനോട് നീതിപീഠം യോജിച്ചു. ദീനി വിശ്വാസികൾ നടത്തുന്ന പത്രങ്ങൾ ആ കാര്യം രോമഹർഷത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ, രണ്ടു കൂട്ടരും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. നമ്മുടെ സാമൂഹ്യ അനീതി വകുപ്പ് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ മാത്രം ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു പരാതി വ്യാപകമായിട്ടുണ്ട്. എന്നാൽ അത് ശരിയല്ല. പരദേശ ബ്രാഹ്മണരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് സാമൂഹ്യ അനീതി മന്ത്രി പ്രഖ്യാപിച്ചു. അയ്യർമാരും അയ്യങ്കാർമാരും അത് കേട്ട് കൈയടിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആർഭാട വിവാഹങ്ങളെ എതിർക്കാൻ തീരുമാനിച്ചപ്പോൾ ഇത് വല്ലതും നടപ്പാകുമോ എന്ന് മൊത്തം ദോഷൈകതൃക്കളും സംശയിച്ചു. എന്നാൽ അവരുടെ ആശങ്ക തികച്ചും അസ്ഥാനത്തായി. ലീഗിൻ്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് നിരാർഭാട വിവാഹത്തിന് മാതൃക കാട്ടി. പാവങ്ങളിൽ പാവങ്ങൾ കല്യാണം നടത്തുന്ന ട്രിവാൻഡ്രം ക്ലബ്ബിലെ സുബ്രഹ്മണ്യൻ ഹാളിൽ വെച്ച് മകളുടെ നിക്കാഹ് നടത്തി. മന്ത്രിമാരടക്കം വെറും 2000 പേരെ പങ്കെടുത്തുള്ളൂ. കോഴി ബിരിയാണി അല്ലാതെ വേറെ യാതൊരു ഭക്ഷണവും വിളമ്പില്ല. വധു കഷ്ടിച്ച് 100 പവൻ്റെ പണ്ടമേ ചാർത്തിയിരുന്നുള്ളൂ. ഈ നിരാർഭാട വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത് മറ്റാരുമല്ല, പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പരമകാരുണികനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ തന്നെ. ജീൻസിനെ ചൊല്ലിയുള്ള വിവാദം ഇനിയും കെട്ടടങ്ങിയില്ല. ജീൻസും പർദ്ദയും മുസ്ലിം സ്ത്രീകൾക്ക് പറ്റിയതല്ലെന്ന് MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ കൊണ്ടോട്ടിയിൽ ചെന്ന് പ്രസംഗിച്ചു. ജീൻസിനോട് വലിയ എതിർപ്പ് വച്ച് പുലർത്തുന്ന മുസ്ലിം പത്രങ്ങൾ ഡോക്ടറുടെ അഭിപ്രായ പ്രകടനം പ്രസിദ്ധീകരിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം ജീൻസിന് മീതെ പർദ്ദ ധരിക്കുന്നത് സുന്നത്താണ്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം സരിത നായർ വീണ്ടും അവതരിച്ചു. ഇത്തവണ വാട്സാപ്പ് വഴിയാണ് പ്രത്യക്ഷപ്പെട്ടത്. മിനിറ്റുകൾക്കകം സംഗതി വൈറലായി. കണ്ടവർ കാണാത്തവരോട് പറഞ്ഞു, കണ്ടവർ വീണ്ടും വീണ്ടും കണ്ടും പബ്ലിസിറ്റി കൂട്ടി. മാതൃഭൂമിയും മലയാള മനോരമയും പോലെ കപട സദാചാരവാദികൾ നടത്തുന്ന പത്രങ്ങൾ ആ വാർത്ത മുക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. നീതിയുടെ നിത്യചൈതന്യം എന്ന പേരിൽ പ്രസിദ്ധനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ നവംബർ 16-ാം തീയതി
100ാം പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങിയാണ്. തുലാമാസത്തിലെ പൂയമാണ് സ്വാമിയുടെ ജന്മനക്ഷത്രം. ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗവർണർ പി സദാശിവം കേക്ക് മുറിച്ച് നിർവഹിച്ചു. ജന്മശതാബ്ദി വർഷത്തിൽ സ്വാമിക്ക് ഭാരതരത്നം നൽകി ആദരിക്കും എന്നാണ് നാം ഒക്കെ പ്രതീക്ഷിക്കുന്നത്. പത്മ പുരസ്കാരങ്ങൾക്കുള്ള ശുപാർശ പട്ടികയായി സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെയും ഗാന്ധിയൻ ഗോപിനാഥൻ നായരെയും പത്മഭൂഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നു. യൂസഫ് അലി കേച്ചേരി, ശ്രീകുമാരൻ തമ്പി, MGS നാരായണൻ, പെരുമ്പടവും ശ്രീധരൻ, ജോർജ് ഓണക്കോർ എന്നിങ്ങനെ പത്മശ്രീക്ക് ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയ ചെന്താമരാക്ഷ മേനോനെയാണ് മുതലാളിമാർക്ക് സംവരണം ചെയ്ത സീറ്റിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. 3 തവണ ഭരത് അവാർഡ് നേടിയ മെഗാസ്റ്റാർ മമ്മൂക്ക ഇവിടെ വെറും പത്മശ്രീയായി നടക്കുമ്പോൾ ഒരു തവണ മാത്രം മികച്ച നടനുള്ള അവാർഡ് കൈപ്പറ്റിയ സൂപ്പർ സ്റ്റാറിനെ പത്മഭൂഷണത്തിന് ശുപാർശ ചെയ്യുന്നത് ഒരു തരത്തിലും ഭൂഷണമല്ല. ഒന്നുകിൽ ശുപാർശ പിൻവലിക്കണം, അല്ലെങ്കിൽ ഇക്കാൻ്റെ പേര് പത്മവിഭൂഷണത്തിന് ശുപാർശ ചെയ്യണം. JC ഡാനിയൽ പുരസ്കാരം സമർപ്പണത്തിനുള്ള നോട്ടീസ് അച്ചടിപ്പിച്ചപ്പോൾ അവാർഡ് ജേതാവായ MT വാസുദേവൻ നായരുടെ പേര് വിട്ടുപോയെന്ന് ചില പത്രങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തു. ദോഷം പറയരുതല്ലോ, മുഖ്യമന്ത്രിയുടെയും ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് മന്ത്രിമാരുടെയും പേര് കൃത്യമായി അച്ചടിച്ചിട്ടുണ്ട്. KC ജോസഫിൻ്റെ സാംസ്കാരിക വകുപ്പിനല്ല, തിരുവഞ്ചൂരിൻ്റെ സിനിമ വകുപ്പിനാണ് ഈ അമളി പിണഞ്ഞത്. രണ്ടുപേരും ബാലജനശല്യത്തിൽ കൂടി പയറ്റി തെളിഞ്ഞ പ്രതിഭകളാണ്. ഒരേ തൂവൽ പക്ഷികൾ തന്നെ. വധശിക്ഷ നിലനിർത്തണമോ വേണ്ടയോ എന്നതിനെ ചൊല്ലി വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെ തൂക്കുദണ്ഡന കേന്ദ്രപ്രമേയമാക്കി KR മീര എഴുതിയ ആരാച്ചാർ എന്ന നോവൽ വയലാർ അവാർഡിന് അർഹമായി. ലളിതാംബിക അന്തർജനത്തിനും സുഗതകുമാരിക്കും മാധവിക്കുട്ടിക്കും സാറ ജോസഫിനും ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന പെണ്ണെഴുത്തുകാരിയാണ് മീര. പ്രമുഖ പത്രങ്ങളൊക്കെ അവാർഡ് വാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. ദേശാഭിമാനി പത്രാധിപനും പദ്യരചയിതാവും മുൻ വർഷത്തെ അവാർഡ് ജേതാവുമായ സഖാവ് പ്രഭാ വർമ്മയായിരുന്നു ഈ വർഷത്തെ ജൂറി ചെയർമാൻ. അതുകൊണ്ട് തന്നെ ദേശാഭിമാനിക്കായിരുന്നു ഏറ്റവും ആഹ്ലാദം. 1ാം പേജിൽ വാർത്ത കൊടുത്തത് കൂടാതെ പെൺകരുത്തിൻ്റെ ഇതിഹാസ ചരിത്രത്തെക്കുറിച്ച് PS ശ്രീകല എഴുതിയ സുദീർഘമായ കുറിമാനം 5ാം പേജിലും പാർട്ടി പത്രം പ്രസിദ്ധീകരിച്ചു. മലയാള മനോരമ 1ാം പേജിൽ വളരെ കാര്യമാത്ര പ്രസക്തമായ ഒറ്റക്കോളം വാർത്ത പ്രസിദ്ധീകരിച്ചു. ആരാച്ചാർ എഴുതുന്നതിന് മുമ്പ് മീര മലയാള മനോരമയിൽ ചീഫ് സബ് എഡിറ്ററായിരുന്ന കാര്യം എടുത്തു പറഞ്ഞു. മാതൃഭൂമി വാരികയിൽ കഥയും കലാകൗമുദിയിൽ നോവലും എഴുതിയതുകൊണ്ടാണ് മലയാള മനോരമയിൽ നിന്ന് അവർക്ക് രാജിവെക്കേണ്ടി വന്നത് എന്ന കാര്യം അച്ചായൻ സൗകര്യപൂർവ്വം വിസ്മരിച്ചു. അവാർഡുകൾ ആരാധകരെ എന്ന പോലെ അസൂയക്കാരെയും ഉൽപ്പാദിപ്പിക്കും. KR മീരയുടെ ആരാച്ചാർ ശുദ്ധ ഉടായിപ്പും സാഹിത്യ ചോരണവുമാണെന്ന് പ്രമുഖ കുറ്റാന്വേഷകൻ PM ഷുക്കൂർ ആരോപിച്ചു. വയലാർ അവാർഡ് ഉടൻ പിൻവലിക്കാത്ത പക്ഷം പ്രൊഫസർ MK സാനുവിൻ്റെ വീട്ടുപടിക്കിലേക്ക് പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കുമെന്നാണ് ഭീഷണി. ആരാച്ചാർ ഒരു പകൽ കൊള്ളയുടെ കഥ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിക്കാനും പരിപാടിയുണ്ട്. അപസർപ്പക സാഹിത്യത്തിനുള്ള അവാർഡ് CID ഷുക്കൂറിന് പ്രതീക്ഷിക്കാവുന്നതാണ്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഡോക്ടർ J ദേവിക തയ്യാറാക്കിയ ആരാച്ചാരുടെ ഇംഗ്ലീഷ് പരിഭാഷ ഹാങ് വുമൺ എന്ന പേരിൽ പെൻഗ്വിൻ ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അസൂയാലുക്കൾക്കും അവരുടെ പ്രവർത്തനം ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിക്കേണ്ടതായിരിക്കും. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഒരു ഫ്രഞ്ചുകാരൻ കരസ്ഥമാക്കി. ടിയാൻ്റെ പേര് പല പത്രങ്ങളും പല രീതിയിലാണ് അച്ചടിച്ചത്. ഷോൺ ടിറോൾ എന്ന് ദീപിക, ഷാങ് ടിറോൾ എന്ന് മംഗളം, ഷോ ചിറോൾ എന്ന് ദേശാഭിമാനി, ഷാങ് തിറോൾ എന്ന് മാതൃഭൂമി, ഷോങ് തിറോൾ എന്ന് മലയാള മനോരമ. ഇതിലേതാണ് ശരി എന്നറിയണമെങ്കിൽ നമ്മൾ ഫ്രാൻസിൽ പോയി അന്വേഷിക്കേണ്ടതായിരിക്കും. മലാല യൂസഫ്സായിക്ക് സമാധാന നോബൽ നൽകാനുള്ള തീരുമാനത്തെ താലിബാൻ തീരഞ്ചും എതിർത്തു. ദീനുൽ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഹീനശ്രമമാണ് നൊബേൽ സമ്മാനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി. നമ്മുടെ നാട്ടിലെ താലിബാൻകാരും അതേ നിലപാട് കൈക്കൊണ്ടു. കൈലാഷ് സത്യാർത്ഥിക്ക് നൊബേൽ നൽകിയതിനെ പ്രകീർത്തിച്ചുകൊണ്ടും മലാലയ്ക്ക് നൽകിയതിനെ പരാമർശിക്കാതെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ തേജസ് എഡിറ്റോറിയൽ എഴുതി. നൊബേൽ സമ്മാനത്തിൻ്റെ സാമ്രാജ്യത്വ അജണ്ടയും ഇസ്ലാമിക വിരുദ്ധ സമീപനവും തുറന്നു കാട്ടിക്കൊണ്ട് കാന്തപുരം മുസ്ലിയാരുടെ സിറാജും മുസ്ലിം ലീഗിൻ്റെ ചന്ദ്രികയും എഡിറ്റ് പേജിൽ ഒന്നിനൊന്ന് മികച്ച ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. സുന്നികളെക്കാളും പോപ്പുലർ ഫ്രണ്ടുകാരെക്കാളും ലീഗുകാരെക്കാളും ബുദ്ധിയുള്ളവരാണ് ഈ നാട്ടിലെ ജമായത്തെ ഇസ്ലാമിക്കാർ. മലാലയെ മാത്രം എതിർത്താൽ ശോഭിക്കില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് 2 ജേതാക്കളെയും ചളുക്കുന്ന ലേഖനം മാധ്യമം എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചു. സിറാജിനേക്കാളും ചന്ദ്രിയേക്കാളും വർത്തമാനത്തെക്കാളും തേജസ്സിനേക്കാളും പ്രചാരം മാധ്യമത്തിനുണ്ടാകാനുള്ള കാരണം ഇതാണ്. ഫുട്ബോളിനെ ക്രിക്കറ്റാക്കാൻ രാജ്യത്തെ പ്രധാന മുതലാളിമാർ കൂടി തീരുമാനിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ മാതൃകയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കച്ചവടം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ അംബാനി മുതലാളിയുടെ ഭാര്യയോടൊപ്പം നടി പ്രിയങ്ക ചോപ്രയും ഭാരതരത്നം സച്ചിൻ ടെണ്ടുൽക്കറും പങ്കെടുത്തു. വാതുവെപ്പുകാരുടെയും ഒത്തുകളിക്കാരുടെയും അധോലോക നായകന്മാരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു.
തമിഴക മഹാറാണിയും പുരട്ചി തലൈവിയുമായ ഷെൽവി ജയലളിതയ്ക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച വാർത്ത കേട്ടുകൊണ്ടാണ് വാരം പൊലിയുന്നത്. ഉപാധികളോടെയാണ് ജാമ്യം. സമയബന്ധിതമായി അപ്പീൽ തീർപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എന്നിരിക്കലും അമ്മയ്ക്ക് വലിയ ആശ്വാസമാണ് പരമോന്നത നീതിപീഠത്തിൻ്റെ ഈ ഉത്തരവ്. അണ്ണാ DMKയുടെ സ്ഥാപക ദിനത്തിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായത്. സ്വാഭാവികമായും തമിഴ് മക്കൾ ആഹ്ലാദഭരിതരായി പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും അമ്മയുടെ മോചനം ആഘോഷിച്ചു. തിന്മയുടെ മേൽ നന്മയുടെ വിജയം ഉദ്ഘോഷിക്കുന്ന ദീപാവലി ഇത്തവണ തമിഴകത്ത് നേരത്തെ എത്തി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. തമിഴരുടെ ആഹ്ലാദത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.